നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നടന്മാരുടെ ചില റയറായ പഴയ ഫൂട്ടേജുകളാണ്. ലിസ്റ്റിലാക്കിയത് ഷാരൂഖ് ഖാനാണ്. ഷാരൂഖ് ഖാൻ ദൂരദർശൻ ചാനലിൽ ആങ്കറായി വർക്ക് ചെയ്ത ഒരു റയർ ക്ലിപ്പാണ്. अब हम आपके सामने प्रस्तुत करने जा रहे हैं कुमार शानो को। नहीं, कुमार शानो साहब क्या वही हैं जो किशोर कुमार के अंदाज में गाना गाते हैं? शाहरुख, ये बात जरूर है कि उनकी आवाज किशोर साहब से काफी मिलती है, लेकिन मेरा ख्याल है उनका अपना एक अलग अनोखा अंदाज है। तो क्यों ना उन्हीं से एक गीत सुन लिया जाए ताकि हमारे दर्शक अपनी एक राय बना सकें। जी हाँ, कुमार शानो साहब। അടുത്തത് സൽമാൻ ഖാനാണ്. സൽമാൻ ഖാന്റെ ടീനേജ് ടൈമിലെടുത്ത ഒരു റയർ വീഡിയോയാണ്. അടുത്തത് ജാക്കി ചാനാണ്. ജാക്കി ചാൻ സിനിമയിൽ വന്ന് 2 വർഷത്തിന് ശേഷമുള്ള ഒരു റയർ ഫൂട്ടേജ് ആണിത്. ഇവിടെ ജാക്കി ചാൻ പടക്കത്തിന് തീ കൊടുക്കുകയാണ്. അടുത്തത് ദിലീപാണ്. ദിലീപിന്റെ പഴയ സ്റ്റേജ് ഷോയുടെ ഒരു റയർ ക്ലിപ്പാണ്. എന്റെ സമ്പാദ്യം മുഴുവൻ തന്റെ തലയിലാണ്. കുഞ്ഞിതേ അങ്ങനെ പറഞ്ഞല്ലോ. എന്റെ തലക്കകത്തുള്ള ബുദ്ധിയാണ് കുഞ്ഞിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ പെട്ടി ഇതിനകത്ത് മുഴുവൻ രൂപയാണ്. തന്റെ തലക്കകത്ത് പിണ്ണാക്കല്ലേ. അപ്പൊ കുഞ്ഞിന്റെ തലക്കകത്ത് എന്താ? എന്റെ തലക്കകത്ത് ചോറ്. ചകിരി ചോറായിരിക്കും. എന്താണ്? അല്ല, ചകിരി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചോറ് വേവിക്കുന്ന കാര്യം പറഞ്ഞു. ചകിരി ഇട്ടിട്ട് ചോറ് വേണ്ട ചോറ് വേവിക്കണ്ട. തന്നെ എന്തിനാ ഇവിടെ കെട്ടിയെടുത്തത്? വേറെ ഒരു കഴുതി അവിടെ ഇല്ലായിരുന്നോ വീട്ടിൽ? അയ്യേ, അങ്ങനെ പറയല്ലേ. അപ്പന് വയ്യാത്തോണ്ടല്ലേ മോന്റെ കൂടെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞേച്ചേ. പിന്നെ അമ്മ മറ്റൊരു കൂടെ പറയും. അടുത്തത് ജയറാമാണ്. ഇതൊരു പക്ഷെ നിങ്ങൾ ഇൻസ്റ്റാ റീൽസിലൂടെ കണ്ടിട്ടുണ്ടാവും. ജയറാമിന്റെ ഒരു വിന്റേജ് ഇന്റർവ്യൂ ആണ്. ജയറാം എന്നല്ലേ പേര്? ജയറാം എത്ര കാലമായി കലാഭവനിൽ തുടങ്ങിയിട്ട്? കലാഭവനിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. 84 സെപ്റ്റംബറിൽ ഒന്നാണ്. ഇതിനു മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജിൽ ഫസ്റ്റ് പിടിച്ച് പഠിക്കുമ്പോൾ എൻ്റെ മിമിക്രിക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ. യൂണിവേഴ്സിറ്റി ലെവലിൽ കോമ്പീറ്റ് ചെയ്തിട്ടില്ല. ഇന്റർ കോളേജ് ഫസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് പ്രോഗ്രാമിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അടുത്തത് പ്രഭാസ് ആണ്. പ്രഭാസിന്റെ പഴയകാല ഒരു റയർ ഫുട്ടേജ് ആണ്. ఏంటి సార్ ఈరోజు అందరూ తారక్లా మాడేస్తున్నారు, పెద్ద పెద్ద డైలాగులు చెప్పేస్తున్నారు. ఇది చూస్తుంటే ఇదో ఈ టీమ్ లో ఉన్న ఎమోషన్ చూస్తుంటే ఏదో 3 సింహాద్రి 4 ఆదిలు అయిపోయేలా ఉంది. అయినా దీన్ని ఎవడో ఆపలేడు. కానీ ఒకటి తారక్ ఒకటే చెప్తాను, ఇంతసేపు మాట్లాడను. അടുത്തത് ധനുഷാണ്. ധനുഷിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആണ്. ഇതിൽ നയൻതാരയും ഉണ്ട്. நீங்க காலேஜ் டேஸ்ல நான் காலேஜ் போலங்க ஸ்கூலோட. சரி, ஸ்கூல் டேஸ்ல என்ன ஒரு வில்லத்தனம் இப்படித்தான் அசிங்கப்படுத்துறது நம்மள. இந்த கேள்வி ரொம்ப அவசியமா? இல்ல காலேஜ் படிக்கிறப்ப எப்படி இந்த மாதிரி அடக்க ஒதுக்கமா இருப்பீங்க? அடக்க ஒதுக்கமா அதேதான். அடக்க ஒதுக்கமா இருப்பீங்களா? புஞ்சிச்சா? ஓகே ஓகே. അടുത്തത് സൂര്യണ്ണനാണ്. സൂര്യണ്ണന്റെ ഒരു പഴയകാല ഇന്റർവ്യൂ ആണ്. ஜிஆர்இ எக்ஸாம் எழுதிட்டு இருக்காரு. சிஸ்டர் ஃபைனான்ஸ் பண்ணுறாங்க, பிஏ ஃபைனான்ஸ் ஸ்டெல்லா மேரிஸ் காலேஜில் 3rd இயர் பண்ணிட்டுருக்காங்க. வீட்டில் நாங்கள் 5 பேர் மட்டும்தான். அம்மாவுக்கு எங்களெல்லாம் பார்த்துக்கிற வேலை. காலேஜ் முடிச்சது வந்து 95ல் முடித்தேன். முடிச்சு 1 மந்தில் வந்து ஒர்க் பண்ணணும்னு அப்போயே முடிவு பண்ணியாச்சு. காலேஜ் எக்ஸாம்ஸ்லாம் எழுதிட்டு இருக்கும் போதே எங்கேயாவது ஒரு இடத்துல ஜாயின் பண்ணி ட்ரைனிங்காக ஒர்க் கற்றுக்கிட்டு அப்புறமா சொந்தமாக ஆரம்பிக்கணும்னு நினச்சேன். ஃபர்ஸ்ட் திருப்பூர் தான் போகலான்னு நினச்சிருந்தேன். അടുത്തത് വിജയ് അണ്ണനാണ്. വിജയ് അണ്ണന്റെ ഒരു പഴയകാല ഇന്റർവ്യൂ ആണ്. படங்கள் பண்ணணும்னு எனக்கு ஆசை. ஒரு 2-3 படம் பண்ணா கூட வருஷத்துக்கு 3மே வந்து ஒரு வெற்றி படமா அமையும். அதுதான் என்னோட ஆசை. இப்போதைக்கு எனக்கு நடிப்புல தான் இன்ட்ரெஸ்ட். கொஞ்ச நாள் கழிச்சு டைரக்ட் பண்ணணும்னு ஒரு ஆசை இருக்கு. அப்படி நான் டைரக்ட் பண்ணி ப்ரொடியூஸ் பண்ணும்போது நிறைய நியூ கமர்ஸ் நான் என்கரேஜ் பண்ணேன்.
അടുത്തത് രജനീകാന്താണ്. ഇത് രജനീകാന്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ല. 1988 ബ്ലഡ് സ്റ്റോൺ എന്ന ഹോളിവുഡ് സിനിമയിൽ രജനീകാന്ത് അഭിനയിച്ചിരുന്നു. അന്നെടുത്ത ആദ്യത്തെ ഇംഗ്ലീഷ് ഇന്റർവ്യൂ ആണ്. In the regional films, you have worked in the national circulation films, that is the Hindi movies, and now you're working in an English movie with which you will be shooting up to national, not just national but international fame now. Now, how do you find the difference in working with a foreign unit and that of an Indian unit? No, it is an experience. So actually, it is more educative to a professional artist like me because they are so perfectionist and well planned, so they very systematic. അടുത്തത് മറ്റൊരു റയർ വീഡിയോയാണ്. കോടീശ്വരം പരിപാടിയിൽ സൂര്യണ്ണനും കാർത്തിയും ഒരുമിച്ച് വന്ന ഒരു റയർ എപ്പിസോഡിന്റെ വീഡിയോ. அப்பப்போ கில்ட்டியா இருக்கும். ஃப்ளைட்ல போகும்போது கம்ப்யூட்டர் பக்கத்துல வந்து நிறைய புக்ஸ் எல்லாம் வச்சுக்கிட்டு சினிமா பத்தின புக்ஸ் என்னென்னமோ படிச்சுட்டு இருப்பாப்புல. அதெல்லாம் கொஞ்சம் கூச்சமா இருக்கும் எனக்கு. அப்பப்போ கேட்டுக்கிறது, என்ன படிக்கிறதா சொல்ல, என்னன்னா திரும்பி ஒரு 500 பக்கம் படிக்கிறதுக்கு வந்து பொறுமை இருக்காது. ஸோ என்ன படிக்கிறியோ அதை படிச்சுட்டு ஆமால கரெக்ட்ல இப்படி கூட இருக்கலாம்ல அப்படின்ட்டு ஷார்ட் ஃபார்ம்ல எடுத்துக்கிறது. அவன் படிச்சது வந்து அப்பப்போ பேசுறது மூலமா வந்து நிறைய விஷயங்கள் கிடைக்கும். അടുത്തത് രാം ചരനാണ്. Station. Let me look at the timings and call you back. Okay, back. അടുത്തത് പ്രണവ് മോഹൻലാലിന്റെ ഒരു റയർ വീഡിയോയാണ്. മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അധികം നിന്ന് ശീലമില്ലാത്ത പ്രണവ് സ്വാഭാവികമായും ACV ക്യാമറയ്ക്ക് മുമ്പിൽ ഒന്നും മിണ്ടിയില്ല. പ്രണവിനെ കുറിച്ച് പറയാൻ സഹപാഠികൾക്കായിരുന്നു ആവേശം. Pranav is a very nice person. Yeah. He's very kind. He's just like one of the people in our school. He's pretty popular. He's in standard 12. Yeah, he's in standard 12. അടുത്തത് ലാലേട്ടന്റെ ഒരു റയർ വീഡിയോയാണ്. ഭാരതത്തിൽ അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചു. കമലദളത്തിൽ അതിനേക്കാളും നന്നായിട്ട് അഭിനയിച്ചു. അയാൾ മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ. അടുത്തത് മമ്മൂക്കയുടെ ഒരു റയർ വീഡിയോയാണ്. അടുത്തത് യഷിന്റെ ഒരു റയർ വീഡിയോയാണ്. Camera